ആരുമില്ല ഇവിടെ. അമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. വാ, അകത്തേക്ക് വാ. വേണ്ട, ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. ഇനി മുറ്റത്ത് കാല് ചവിട്ടില്ല എന്ന് തീരുമാനിച്ചാ ഞാൻ ഈ പടി ഇറങ്ങിയത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേക്ക് ഭർത്താവിനോട്. എന്താ നീ പറഞ്ഞേ? ഭർത്താവോ? എന്റെ ഭർത്താവ് നിന്റെ ആരാടാ? ഇപ്പൊ എന്ത് ദ്രോഹം നിന്നോട് അങ്ങനെ ചെയ്തത്? ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാനൊരു ജോലി ശരിയാക്കിയത്. അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു ഇവിടുത്തെ മഹാൻ. തോറ്റുമടുത്ത് കാൽച്ചോട്ടിൽ വരുത്താനേ മോഹമെങ്കിൽ അത് വ്യാമോഹമാണെന്ന് പറഞ്ഞേക്ക അയാളോട്. ക്ഷമയ്ക്ക് വരെ അതിരുണ്ട്. അത് കഴിഞ്ഞ പിന്നെ സ്വന്തം എന്തും നോക്കില്ല ഞാൻ. നീ എന്ത് നോക്കില്ലെന്നാടാ? തല്ല് കൊല്ലു നിന്റെ അച്ഛനെ. എന്നാ കൊന്നരടാ. എന്നും അന്ത്യത്തിരി കത്തിക്കുമ്പോ എന്റെ മോൻ തിരിച്ചു വരണേ നുള്ളൊരുക്കി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. ഇനി നീ വരണ്ട. എനിക്ക് നിന്നെ കാണാൻ വേണ്ട. പൊയ്ക്കോ, പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. എന്താണ് നിന്റെ അമ്മയുടെ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നത്? അമ്മ എത്ര നേരം കരയായിരുന്നു. എന്തിന്? എന്തിനാ ശാരദ? ഒന്നുമില്ല. കുട്ടേട്ടൻ വന്നിരുന്നു. ഓ, വന്നിരുന്നോ? അച്ഛനെ കുറെ ചീത്തയും പറഞ്ഞു. ആ, എന്നെ അല്ലാതെ പിന്നെ ആരെയും ചീത്ത പറയും? പറയട്ടെ. കൊത്തിയും കളിച്ചും വളർത്തി വലുതാക്കിയതല്ലേ, കൊതി തീരോളം പറയട്ടെ. ഈ മുറ്റത്ത് കാല് ചവിട്ടിയില്ല അവൻ, അറിയോ? ഓ, ആ വിഷമം തീർക്കാനാ നീ കരഞ്ഞ? അല്ല, അവന്റെ വിഷമം ഓർത്ത. സഹായിച്ചില്ലെങ്കിലും സ്വന്തം ജോലി ദ്രോഹിക്കാതിരുന്നോടെ. എന്തിനാ അവന്റെ ജോലി ഇല്ലാതാക്കിയേ? ഇപ്പൊ അവൻ ആ ജോലി കിട്ടിയ ഒരു കമ്പനി ശിപായിയുടെ കുപ്പായത്തിൽ ഒതുങ്ങും അവന്റെ ജീവിതം. വെറും ഒരു ശിപായി പണിക്ക് വിടാനല്ല അവനെ ഞാൻ വളർത്തിയത്. വളർത്തിയത് എന്തിനാണെങ്കിലും അവൻ ഈ മുറ്റത്ത് കാല് കുത്താണ്ടാക്കിയില്ലേ? നീ സമാനപ്പെട്. അവൻ പിച്ച വെച്ച് നടക്കാൻ ശീലിച്ച മുറ്റമായത്. ഓടി ഓടി മടുക്കുമ്പോ ഈ മുറ്റത്ത് തന്നെ മടങ്ങി വരും. എന്നാലും എന്റെ ഓമനക്കുട്ട, എവിടെയാ എന്താന്നൊന്നും ഒരു വിവരവും അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലാതിരിക്കുമ്പോഴാ കത്ത് വന്നത്. ഏട്ടത്തിയോടെ ഈ വിവരം പറയാൻ പറ്റൂ? അറിഞ്ഞാൽ ആദ്യം പിടിച്ച് വലിവ് കൂടില്ലേ? ആ, അപ്പൊ എങ്ങനെയാ മാറുവിന്റെ കാര്യം? കടിഞ്ഞൂൽ പ്രസവം പെൺവീട്ടില. എപ്പോഴാ ഇവളെ കൊണ്ടുവരാൻ വരേണ്ടത്? അല്ല, അത് മാലുവിനെ അങ്ങോട്ട് വിടുന്ന കാര്യം എനിക്ക്. ആദ്യ പ്രസവം പെൺവീട്ടുകാരുടെ അവകാശമാ. അത് ഞങ്ങൾക്ക് വിട്ടു തരണം കുട്ടാ. കുഞ്ഞമ്മാവൻ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ. ഇനിയും മാലുവിനെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞാ. പ്രസവം അവിടെ ആക്കുന്നതല്ലേ നല്ലത്. ഇവിടെ കുട്ടേട്ടന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എല്ലാറ്റിനും ഒരു കൈ സഹായം ഇല്ലാതെ എങ്ങനെയാ? അതിപ്പോ ഓമനക്കുട്ടൻ പറയുന്നതിന് കാര്യമുണ്ട് മോളെ. ഇവന്റെ മനോവിഷവും നമ്മൾ മനസ്സിലാക്കട്ടെ. അവിടെയാണെങ്കിൽ അച്ചൂട്ടി ആകെ ഇളകിയിരിക്കുക. ഉത്സവത്തിന് വന്നൊരു ആനയുടെ വലമേ തൂങ്ങി അവൻ കാട്ടിയ പുകില്. ഓ, ഈ വയറ്റുമേലെങ്ങാൻ അവൻ തട്ടുവോ മുട്ടുവോ ചെയ്താൽ എന്റെ ദേവി. ഒരു കണക്കിന് പറഞ്ഞാൽ പ്രസവം ഇവിടെ ആക്കുന്നത് തന്നെയാ നല്ലത്. ആ ഓണം കേറാമൂലേക്കാൾ നല്ല ആശുപത്രിയും ഡാക്ടർമാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് അവരവരുടെ സൗകര്യത്തിലാ കാര്യങ്ങള്. ആചാരവും മര്യാദയൊക്കെ അങ്ങനെ കിടക്കും. അപ്പോ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കുക. പ്രസവത്തിന്റെ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരില്ലേ? പേടിക്കണ്ട, കുഞ്ഞുമാമി ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. അയ്യോ, ഞാനതല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി. ആ, എന്നാ സമയം കളയണില്ല, ഞാനും കിടറങ്ങിയ. സാർ. വാട്ട് മാൻ? എനിക്ക് കുറച്ച് രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഒരു 5000 രൂപ. ഞാൻ പണിയെടുത്ത് വീട്ടിൽ സാർ. ഏത് പാതിരാത്രി വരെ വേണമെങ്കിലും ഓവർ ടൈം നിൽക്കാം സാർ. തന്നെ ഞാൻ ഇവിടെ പെർമനന്റ് ആക്കണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. പിന്നെയാണ് ഓവർ ടൈം. ലുക്ക് ഓമനക്കുട്ടൻ, ലോൺ കൊടുക്കുന്ന ഏർപ്പാടേ എനിക്കില്ല. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം അങ്ങ് തരും. നോ ബോണസ്, നോ ലോൺ, നോ ഗ്രാറ്റുവിറ്റി, നോ പെൻഷൻ. യു ഗോ. ഓക്കെ നാൻസി ഡാർലിംഗ്. എവിടെയായിരുന്നു ഇതുവരെ? അത് 1-2 സ്ഥലത്ത് പോവാനുണ്ടായിരുന്നു. എന്താ മുഖത്തൊരു വാട്ടം? കാശ് കിട്ടിയില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്തിട്ടായാലും കാശുണ്ടാക്കിയേ പറ്റൂ. വിഷമിക്കണ്ട, ഒക്കേത്തിന് ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും.
കാണിച്ചു തന്നാ മതി. ആ കമ്പനിയിലെ ജോലി കിട്ടുമെന്ന് കരുതി വേറെ എവിടെയും ട്രൈ ചെയ്യാതിരുന്നത് വളരെ മണ്ടത്തിലായി പോയി. ആ റോസാരിയുടെ വീട്ടിലെ വരവുകൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോണു? ആകാശത്തിന് കീഴെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യും. അച്ഛൻ നശിപ്പിക്കാൻ പറഞ്ഞ നമ്മുടെ മോനെ നമുക്ക് അന്തസ്സായിട്ട് വളർത്തണ്ടേ? നമുക്ക് ആരും വേണ്ട. ഞാനും നീയും നമ്മുടെ മോനും മാത്രം മതി. ഈ ഉറുമ്പുകള് മഴക്കാലത്ത് ഭക്ഷണം കൂട്ടിയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ നാളെ മുതൽ നമ്മളും നമ്മുടെ മോന് വേണ്ടി പണം ചേർത്ത് വയ്ക്കും. അങ്ങനെ നമ്മൾ ഉറുമ്പുകളാവും. മാല ഉറുമ്പും കുട്ടനുറുമ്പും. പകൽ മൈനയും നാദം വീതുമ്പുന്ന നിഴൽ വീണയും താന്തരായി പാടുമീ വേളയിൽ ആരോമലേ പൊൻതൂവലേ നീ എന്റെ ആത്മാവിനാന്തോളനം. മാറോടു ചേർത്തെന്നു മണയാതെ നിൻ കാരുണ്യം കാത്തിടും ഞാൻ. ആർദ്രമാത്തലോടലിൽ നിന്റെ ഹൃദയം തഴുകും ഞാൻ. ഇടനെഞ്ചിൽ വീണുറങ്ങിടും ആരോമലേ പൊൻതൂവലേ നീ എന്റെ ആത്മാവിനാന്തോളനം. ുമ്പോഴും ദൂരെ പുലകാലമണയുമ്പോഴും ഞാൻ എന്റെ ചിറകിന്റെ ചെറുപീലിയിൽ നിന്റെ സ്വപ്നത്തിൻ ശ്രുതി ചേർത്തിടും. എന്നുമെന്നും ഓർമ്മതൻ നറുസ്വർണ്ണ നിലാവലയിൽ കനിമാർന്നു നാമലിഞ്ഞിടും ആരോമലേ പൊൻതൂവലേ നീ എന്റെ ആത്മാവിനാന്തോളനം. ഈ ജന്മമാ മൺതോണിയിൽ നാം പോകുമേകാന്ത തീർത്ഥാടനം. പോകാൻ തുടങ്ങുന്ന പകൽ മൈനയും
നാദം വീതുമ്പുന്ന നിഴൽ വീണയും താന്തരായി പാടുമീ വേളയിൽ ആരോമലേ പൊൻതൂവലേ നീ എന്റെ ആത്മാവിനാന്തോളനം. എത്ര രൂപയുണ്ടായിരുന്നു? 5000. പൈസ പോയ വിവരം നിങ്ങൾ ഇന്നാണോ അറിഞ്ഞത്? യെസ് സർ. 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഓ, അപ്പൊ വൈഫോ? അവള് ഡെലിവറിക്കായിട്ട് അവളുടെ വീട്ടിൽ പോയിരിക്കുക. ഓ, ജോലിക്കാർ എത്ര പേരുണ്ട് ഇവിടെ? 3 പേര്. ദാ ഇവൻ രാമു, അതർ ഫെലോ 1 ഓമനക്കുട്ടൻ, പിന്നെ 1 സെവൻ ഗേൾ. അവളിപ്പോ എന്റെ വൈഫിന്റെ കൂടെയാണ്. ഈ പോയ പാർട്ടി എങ്ങനെയാ? ഓ, അവൻ കുറെ കൊല്ലമായിട്ട് എന്റെ കൂടെയാണ്. വിശ്വസനാണ് സർ. ഈ മിസ്റ്റർ ഓമനക്കുട്ടൻ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. സം മന്ത്സ് ബാക്ക് അയാൾ എന്റെ അടുത്ത് 5000 റുപ്പീസ് കടം ചോദിച്ചിരുന്നു. അല്ല, ഞാൻ കൊടുത്തില്ല. പണം ഇവിടെ തന്നെയാ വെക്കുന്നതെന്ന് അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. Yes, I always keep the money there and he knows. ഡോണ്ട് വറി മിസ്റ്റർ റൊസാരിയോ, പണം നമുക്ക് വീണ്ടെടുക്കാം. മതി മതി മതി. കുറച്ചുകൂടെ കഴിക്കേ. ഇപ്പൊ തന്നെ നേരം വൈകി. സെക്രട്ടറി പാർട്ടി ഓഫീസിൽ നിന്ന് പോണതിന് അങ്ങോട്ട് എത്തണം. സമ്മേളനത്തിലുള്ള ബാനറിന്റെ പോസ്റ്റിന്റെ ഓർഡർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രസവം എനിക്കൊരു പ്രശ്നമല്ല. അതിന് പ്രസവിക്കണത് ഞാനല്ലേ? ഓ, നീയാണ് പ്രസവിക്കുന്നത്? ആരടാ ഓമനക്കുട്ടൻ? ഞാനാ. ഇവളേതാ? എന്റെ ഭാര്യ. എന്താണ് ഒരു പരിങ്ങല്? ഭാര്യയാണെന്ന് പറയാൻ 2 വട്ടം ആലോചിക്കണോ? എത്ര നാളാണ് ഇവിടെ കൂടിയിട്ട്? കുറച്ചാലായി. എന്താണ് നിന്റെ ജോലി? പെയിന്റിംഗ് ആർട്ടിസ്റ്റാ. എവിടെ? ഇവിടെ റൊസാരിയോ ആർട്സില്. നിനക്കിപ്പോ കാശിന് എന്താ അത്ര അത്യാവശ്യം? അത് പിന്നെ എന്താ സാർ? നീ റൊസാരിയോട് പണം ചോദിച്ചിരുന്നോ? ഉവ്വ്. എന്നിട്ട് ആൾ കാശ് തന്നോ? ഇല്ല. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നീ കയറി മോട്ടിക്കോളാം. പട്ടി കഴിവാണോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാർ? കാണിച്ചു കൊടുക്കാം പട്ടി. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാർ. നീ സത്യം പറയണ്ട, ഞാൻ പറയാം. ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല സാർ. എന്നൊന്നും ചെയ്യരുത്. ഞാൻ എടുത്തിട്ടില്ല. എന്താണത്? സാർ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇങ്ങനെ പുസ്തകം തുറന്നാണ് വെക്കുന്നത്. അവന്റെ ഒരു പുതിയ ടെക്നിക്ക്. സാർ, അതെന്റെ കാശാ. തിരിഞ്ഞ് നടന്ന് നിനക്കൊരു ജോലി തന്നതിന്റെ നന്ദിയാണ് നീ കാണിച്ചത്. പട്ടി. സർ, മതി സർ, മതി. ഇനി അവനെ തല്ലണ്ട. തല്ലുകയല്ല, ഇവനെ കൊല്ലുക വേണ്ടത്. എനിക്ക് പരാതിയില്ല സർ. എന്തായാലും പോയ പൈസ ഇത്രയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. അവനെ വെറുതെ വെട്ടിക്കോ. അയാൾക്ക് പരാതിയില്ലാത്ത നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നിന്റെ ഭാര്യയിൽ ഊരിയെടുത്ത് ഞാൻ ചവിറ്റുകോട്ടയിലിട്ടേനെ. തനിക്ക് കംപ്ലൈന്റ് ഇല്ലെന്നും പോയ പൈസ തിരിച്ചു കിട്ടിയെന്നും എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പോയിക്കോ. ഓക്കെ സർ. വരണുണ്ട്, ഞാൻ ഇറങ്ങാം. വല്ലാണ്ട് ഉപദ്രവിച്ചു. എനിക്ക് പേടിയോണ്ട് കുട്ടേട്ട. നമുക്കിനി ഇവിടെ താമസിക്കണ്ട. നമുക്ക് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം. വേണ്ട, ഞാൻ ഇങ്ങോട്ടുമില്ല. ഇനി ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് അപകട. പൈസ സഹായം ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാ? എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, സഹായിക്കാൻ ആളുമില്ല. പേടിയുണ്ടെങ്കിൽ പൊക്കോ, എവിടെ കിടന്ന് വെച്ച പൊക്കോ. ഒരിക്കലും കുറെ പേരുടെ കണ്ണീരിന്റെ തലയിലെടുത്ത് വെച്ചതാ, അന്ന് തുടങ്ങിയതാ. ഒരു ജീവിതം ഉണ്ടാക്കാൻ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. എന്നിട്ടിപ്പോ പൊക്കോ. സേഫ് ആണെന്ന് തോന്നുന്ന എവിടെ കിടന്ന് വെച്ച പൊക്കോ. എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ വരില്ല, ഞാൻ വരില്ല.
വേഗം ഓ അയ്യോ ഓ ഡോക്ടർ 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 ഇതേതാ രാഗെന്നറിയോ? ഹംസധ്വനി. ഒരു ഡെലിവറി കേസ് വന്നിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓ, ഹംസധ്വനി മേലോട്ട് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഡെലിവറി കേസ് എടുക്കണേ. ആരാ ഈ കുട്ടർ കൂടെ വന്നിരിക്കണേ? ഭർത്താവാണ് ഡോക്ടർ. അയാളുടെ കയ്യിൽ നിന്ന് ഓപ്പറേഷനുള്ള സമ്മതപത്രം എഴുതി മേടിക്കും. ഓ, വാങ്ങിയിട്ടുണ്ട്. വേഗം തിയേറ്റർ റെഡിയാക്കും. HP ലെവൽ ലോ ആണല്ലോ. ബ്ലഡ് കുറച്ച് അധികം വേണ്ടി വരും. ഭർത്താവിനോട് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ. ശരി ഡോക്ടർ. അയാൾ എവിടെയൊന്നും കാണാനില്ല. കാണാനില്ലേ? നിങ്ങൾ അയാളോട് ഇതിന്റെ സീരിയസ്നെസ് പറഞ്ഞിരുന്നില്ലേ? ഈ കണ്ടീഷനുള്ള പേഷ്യന്റിനെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയാ മെഡിസിൻസും ബ്ലഡും ഹോസ്പിറ്റൽ ഫീ ഒക്കെ നിങ്ങൾ കൊടുക്കൂ. 2 മിനിറ്റ് മുമ്പ് അയാൾ ഫോം ഒപ്പിട്ട് വന്നിട്ട് പോയതാ ഡോക്ടർ. ഓ, അതെങ്കിലും ഒപ്പിട്ട് തന്നല്ലോ. എന്നിട്ട് അയാളോട് പോയി ഫോം എവിടെ? ഇതാ ഡോക്ടർ. ഓ, അവിടെ വന്നേ. നിങ്ങളൊരു മനുഷ്യനാണോ? ഭാര്യ ഇങ്ങനെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിൽ വിട്ടിട്ട് നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? ഞാനത് പൈസ നിങ്ങൾ ഒന്നും പറയണ്ട. ഇഞ്ചക്ഷനും മറ്റു മരുന്നുകളൊക്കെ ഡോക്ടർ വാങ്ങിച്ചു തന്നത്. ബ്ലഡ് കുറെ അധികം വേണ്ടി വരും. അതിന് വേണ്ട അറേഞ്ച്മെന്റ് ചെയ്യുക. എനിക്ക് ഡോക്ടർ ഒന്ന് കാണാൻ പറ്റും? റൂമിലുണ്ടാവും. അങ്ങോട്ട് തന്നെ ചെല്ല്. നിങ്ങളെ കാണാൻ കാത്തിരിക്കുക. എടോ, ആരാ പെണ്ണിനെ കെട്ടിയത്? ഞാൻ. ആരാ അവളെ ഗർഭിണിയാക്കിയത്? ഓ, താൻ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്തിനോ തന്റെ ഭാര്യയെ ഫ്രീ ആയിട്ട് ചികിത്സിക്കണത്? സമയം കളയാതെ പോയി ബ്ലഡ് സംഘടിപ്പിച്ചത് പാടോ? ബ്ലഡ് വാങ്ങാനൊന്നും എന്റെ കയ്യിൽ കാശില്ല ഡോക്ടർ. മാലുവിന് കൊടുക്കുന്ന ബ്ലഡിന്റെ പകരം ഞാൻ എന്റെ ബ്ലഡ് തരാം. എന്നെ ഒന്ന് സഹായിക്കണം ഡോക്ടർ. ഓ, അപ്പൊ അത് ശരി. അതും എന്റെ പണിയല്ലേ? ഇയാൾ ഞാൻ റോട്ടിൽ കൂടെ കയ്യും പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കാം. ഇയാളുടെ ബ്ലഡ് ആർക്കെങ്കിലും വേണോ, ഇയാളുടെ ബ്ലഡ് ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ചോണ്ട്. എടോ, തന്റെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ എവിടെ? വീട്ടുകാരുമായി ഉടക്കി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ താൻ തോന്നിയാണല്ലേ? ഡോക്ടർ, എന്റെ ഭാര്യയുടെ ജീവന് പകരം തരാൻ എന്റെ കയ്യില് ഈ ഒരു ശരീരം മാത്രമേ ഉള്ളൂ. ഇതിന് എന്ത് വേണേലും ഡോക്ടർ എടുക്കാം. എന്റെ കണ്ണ്. എന്നിട്ട് വേണം ഈ കണ്ണും വെച്ച് നടന്ന് ഇത് കിട്ടിയ ആളെ കുഴപ്പത്തിലാക്കാൻ. തന്റെ ശരീരത്തിന് ഇപ്പൊ വേറെന്താ എടുക്കാൻ പറ്റുക? തലച്ചോറ്. അതുണ്ടായിരുന്നു ഈ വക പണി ചെയ്യില്ലല്ലോ. പിന്നെ ഹൃദയം, അത് താൻ ആ പെണ്ണ് കൊടുത്തില്ലേ? പിന്നെന്താ ഉള്ളത്? ഒരു കിഡ്നി തരാൻ പറ്റൂ? തരാം സാർ. എത്ര രൂപ വേണം? എനിക്ക് ഒന്നും വേണ്ട. എന്റെ മാലുവിനെ രക്ഷിച്ച മാത്രം മതി. അപ്പോ ബാക്കി പണം എനിക്ക് എടുക്കാം. എടോ, ഒരു കിഡ്നിക്ക് ഇപ്പൊ എന്താ വില എന്നറിയും? 2 ലക്ഷം ഉറുപ്പ്യ വരെ കിട്ടും. പ്രസവത്തിന് പരമാവധി 10,000 രൂപ മതി. ബാക്കി മുഴുവൻ എനിക്ക് എടുക്കാം. സാറ് മുഴുവനും എടുത്തോ. ഇപ്പൊ അവളെ രക്ഷിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ വേഗം ചെയ്യും.
പ്ലീസ്. എടോ ചിലപ്പോ താൻ മരിച്ചു പോവും. സാരമില്ല, അവളും എന്റെ കുഞ്ഞു രക്ഷപ്പെട്ട മതി. എന്നാ ശരി, തന്നെ ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഹൃദയം പടപടാന്ന് അടിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ അടിച്ചത് പൊട്ടിപ്പോവില്ലടോ. ഹൃദയം ഷഡ്കാലത്തിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ കൊണ്ടുപോയി കിടത്തി ഒരു ക്യാമ്പസ് ഇഞ്ചക്ഷൻ കൊടുക്കൂ. വരൂ. ഡോക്ടർ, എന്താ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അവിടെ ആരും കാണാനില്ല. എടോ, താൻ തന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ബ്ലഡും കിഡ്നിയും ഒക്കെ ദാനം ചെയ്യാൻ തയ്യാറായത്? അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഈശ്വരൻ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ മാലും കുഞ്ഞും പോയി. പക്ഷേ ഞാൻ കാരണം എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ തോറ്റുപോയി. പക്ഷേ എനിക്ക് ആരുമില്ല. ആരുമില്ലാന്നോ? ഇവരൊക്കെ ആരാ നിന്റെ? നീ നഷ്ടപ്പെട്ടു എന്ന് കരുതണതൊന്നും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. മാലു പ്രസവിച്ചു. ആൺകുട്ടി, അവള് കുഞ്ഞ് സുഖായിരിക്കും. പിന്നെ ജയിക്കുന്നതിന്റെയും തോൽക്കുന്നതിന്റെയും കാര്യം. എടോ, ഓരോ തവണ നീ സഹായം ചോദിച്ചു വന്നപ്പോഴും ഞാൻ തന്ന പണം നിന്റെ അച്ഛൻ തന്നയച്ചതാണ്. ഇതുവരെ കാണാത്ത കുഞ്ഞിനു വേണ്ടി നിന്റെ ചങ്ക് പടഞ്ഞല്ലേ? 22 വർഷം നിന്നെ പോറ്റാൻ വേണ്ടി നിന്റെ അച്ഛന്റെ ചങ്ക് പടഞ്ഞത് നീ അറിഞ്ഞില്ല. ഓപ്പറേഷന്റെ സമ്മതപത്രത്തില് നമ്പീശന്റെ പേരും അഡ്രസ്സും കണ്ടത് നന്നായി. അങ്ങനെയാണ് തന്റെ മോനാണെന്ന് മനസ്സിലായത്. ഇവിടെ വരുമ്പോ ഒരുമാതിരി ഹിസ്റ്റീരിക്കായിരുന്നു. സെഡേറ്റീവ് കൊടുത്ത് എടുത്തല്ലാതെ വേറെ മാർഗമില്ലേ? ആരാ മാലതിയുടെ ഹസ്ബൻഡ്? അച്ഛനെ കാണിക്കേ. അച്ഛാ, എന്റെ മോൻ. താൻ കൊല്ലാൻ പറഞ്ഞ കുഞ്ഞ് ഞാൻ കൊല്ലാൻ പറഞ്ഞ കൊല്ലാനാ പറയണേ? അതങ്ങനെ വിശ്വസിക്ക? ദേഷ്യം വരുമ്പോ എന്തായാലും പറഞ്ഞു വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവാ? ഓമനക്കുട്ടാ, ദൈവാധീനം കൊണ്ട് ഇപ്പൊ ഒക്കെ കലങ്ങി തെളിഞ്ഞല്ലോ. തനിക്ക് ഇവനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഒരു പേരക്കിടവനെ കിട്ടിയില്ലേ? രണ്ടുപേരും കൂടെ ചേർന്ന് IAS IPS IFS എന്താന്ന് വെച്ചാ ആക്കാലോ അല്ലേ? എനിക്കും മാലുവിനും ഇവനൊരു ഡോക്ടർ ആക്കണമെന്ന് ആഗ്രഹം. ഇതാ പറയുന്ന എല്ലാ അച്ഛനമ്മമാരുടെ മനസ്സിലും അവരോടെ മക്കളെ വലിയവരാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അത് വേണ്ട. ഇവൻ വളർന്ന് വലുതാകട്ടെ. അപ്പൊ നമുക്ക് ഇവനോട് തന്നെ ചോദിക്കാം ആരാകണമെന്ന്. എന്താ പോരെ? നമ്പീശൻ ആ പറഞ്ഞ് ശരി അല്ലടോ? എന്താ കൈമിളൊരു ആലോചന? കിഡ്നി തരാൻ വല്ല പ്ലാനും ഉണ്ടോ? പെണ്ണും പിടക്കോഴിയും ഇല്ലാത്ത എനിക്ക് എന്തിനാ കിഡ്നി?
ഞാൻ എന്നെ തന്നെ മെഡിക്കൽ കോളേജിന് എഴുതി തരാം പോരെ? തലച്ചോറ് ഒഴികെ മാത്രം മതി. എന്റെ ഒരു വിധി. താൻ നിരാശപ്പെടാടോ, എല്ലാവർക്കും ഒരു നല്ല കാലം വരും, അത് തനിക്കും ഉണ്ടാവും.